ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടൊരു സ്പെഷ്യൽ പുട്ടാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയും ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും നേന്ത്രപ്പഴവും മാത്രമാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗോതമ്പ് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ചൂടാക്കിയ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ഒന്നെടുത്ത് പൊടിച്ചെടുക്കാം. പുട്ട് നല്ല സോഫ്റ്റ് ആവാനായിട്ടാണ് മിക്സിയിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇനി ഒരു സ്റ്റീം പോട്ട് വെച്ച് അതിൽ വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ആ സമയത്ത് വാഴയിലെടുത്ത് ഇതുപോലെ ഇറുക്കിൽ വെച്ചൊന്ന് റൗണ്ടായി സെറ്റ് ചെയ്തെടുക്കാം. വെള്ളം തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ച വാഴയുടെ ഇലയിലേക്ക് ആദ്യം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഗോതമ്പ് പൊടിയാണ് നെക്സ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. എല്ലാ വാഴയിലും ഗോതമ്പ് പൊടി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ചിരകി വെച്ചിരിക്കുന്ന നാളികേരം തന്നെ വെച്ച് കൊടുക്കാം. ഏറ്റവും അവസാനം പഴം നുറുക്കിയ കഷ്ണങ്ങളും കൂടെ ചേർത്ത് ആവിക്ക് വെക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഇനിയിപ്പോൾ പപ്പടം ഇല്ലെങ്കിലും അതിൽ വെച്ചിരിക്കുന്ന പഴം കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഈ സെയിം മെത്തേഡിൽ തന്നെ അരിപ്പുട്ടും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.